ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കുക്കിംഗ് ആണ്. അങ്കമാലി മാങ്ങക്കറിയാണ്. കാരണം ഭാര്യ അങ്കമാലിക്കാരിയാണ്. അപ്പം നന്നായിട്ട് മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കും. എല്ലാവരും ഇവിടെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയണത്. അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി പുറകെ നടക്കുന്നത് ഒരു മാങ്ങക്കറി വെച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് ആൾ റെഡിയാണ്. ഇന്ന് സൺഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് ആയതുകൊണ്ട് ഞങ്ങളിന്ന് മാങ്ങക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നല്ല അതിൽ ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹലോ, ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറേ ദിവസം കൊണ്ട് ശിവ പുറകെ നടക്കുമായിരുന്നു മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് എന്നാ അത് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യലാണ് അങ്കമാലി മാങ്ങക്കറി. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ടേബിളിൽ കാണുന്ന സാധനങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചാൽ നല്ലതാണ്, കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടതാണ് മാങ്ങ, 2 പച്ചമാങ്ങ മീഡിയം സൈസ്, പിന്നെ സവോള. ഈ 2 സവോള എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മുഴുവൻ ഇടണ്ട, എന്നാലും അതിൻ്റെ 1.5 സവോള ഇടും. പിന്നെ പകുതി സവോള നമുക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് വെക്കണം. ചുമന്നുള്ളി ആണെങ്കിൽ എനിക്ക് ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കിട്ടും. ഇപ്പോൾ 2 മാങ്ങയ്ക്ക് ഞാനൊരു 8-9 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ പച്ചമുളക്, പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ആവശ്യത്തിന് വേപ്പില ഉള്ളവർ ആവശ്യം പോലെ എടുത്തോളൂ. പിന്നെ പച്ചമുളക് അത് നമുക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ സ്പൈസ് വന്ന് നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്കൊരു 3/4 ടീസ്പൂൺ മതിയാകും. അധികം മഞ്ഞൾപ്പൊടിയുടെ കുത്തായ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മല്ലിപ്പൊടി നമുക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തോ. ടീസ്പൂണാണ് കേട്ടോ, വലിയ സ്പൂൺ അല്ല. ടീസ്പൂൺ 3. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മതിയാകും. ബിക്കോസ് നമ്മൾ ഈ പച്ചമുളക് ഇടുന്നത് കൊണ്ട് അതിൻ്റെ എരിവിനനുസരിച്ച് മതി. 1 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ വെള്ളം, 1 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം നമ്മൾ തിരുമ്മിയിട്ട് വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ 500 ml, അത് പൊടി കലക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാലാട്ടോ. തേങ്ങ പിഴിഞ്ഞ് പാൽ ഒഴിക്കുവാണെങ്കിൽ അത് നല്ല സൂപ്പറാണ്, ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇന്ന് എളുപ്പ വഴിക്ക് പോയി. അപ്പോൾ പൊടി കലക്കി വെച്ചേക്കുക തേങ്ങാപ്പാലിൽ. പിന്നെ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏത് ടൈപ്പ് ഓയിൽ കിട്ടിയാലും നോ പ്രോബ്ലം. വെളിച്ചെണ്ണയാണെങ്കിൽ അതിലും നല്ലതായിരിക്കും. പിന്നെ ചുരുക്ക ആവശ്യത്തിന് നമ്മൾ ഒഴിക്കാം. 1 ടീസ്പൂൺ ചുരുക്ക ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിനാണ്, ഓരോരുത്തരുടെ ഇതനുസരിച്ച്. പിന്നെ കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ചൊഴിക്കും അവസാനം. അങ്ങനെ ഇതെല്ലാം കൂടി കഴിഞ്ഞ് കുക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ മാങ്ങക്കറി തന്നെ കൂട്ടി നമുക്ക് 1 പ്ലേറ്റ് ചോറുണ്ണാം. അപ്പം ഇതിനി ഞാൻ കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നല്ല സൂപ്പർ പച്ചമാങ്ങ കേട്ടാ, നല്ല അടിപൊളി മാങ്ങ ഇപ്പം കിട്ടാനില്ല. അപ്പം മാങ്ങ കരിയണ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം. കുറച്ച് ആപ്പിളൊക്കെ ഉണ്ടായി, മുന്തിരി ആപ്പിളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ആ ഒരു ഇതും കൂടി കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും മിക്കവാറും ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊന്ന് ആപ്പിൾ ട്രീയും മുന്തിരിയും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം ആപ്പിളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ആപ്പിൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റണ്ണർ ബീൻസാണ്. റണ്ണർ ബീൻസ്
അപ്പോഴേ ഉണ്ടായി വന്നോള്. ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് ഉണ്ടായി വരുമ്പോഴേക്കും നല്ല റെഡ് കളർ ആയിട്ട് വരും. റെഡായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ണർ ബീൻസ് ഉണ്ട്. കണ്ണർ ബീൻസ് ഇട്ടിട്ടുണ്ട്, പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ബീൻസ്. സോറി, ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ ഈസിയാണ്. പിന്നെ അത് തന്നെയല്ല കൈയും ചീത്തയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചേക്കണം. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ മാങ്ങ അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവോള, വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഈസി ടെക്നിക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ഈ സാധനങ്ങളെല്ലാം കുറച്ച് ഉപ്പും നമ്മുടെ ഈ മസാലകളും കൂടി ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് തിരുമണം കേട്ടോ. അത് തിരുമ്മി കഴിഞ്ഞിട്ട് വേണം മാങ്ങ ചേർക്കാനായിട്ട്. അത് കഴിഞ്ഞ് മാങ്ങ ചേർത്ത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധനങ്ങളെല്ലാം ഇട്ടു. നിങ്ങൾക്ക് കാണാം സവോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചോ. ഇച്ചിരി വെളിച്ചെണ്ണ, ഞങ്ങൾ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ എപ്പോഴും ഒഴിക്കും. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മുടെ പൊടികൾ ഇടാൻ പോവുകയാണ്. ആ മഞ്ഞപ്പൊടി ഇടാൻ ആദ്യം. ആ മഞ്ഞപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി ഇടണു. 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് മുളക് പൊടി. അപ്പം പൊടികളെല്ലാം ഇപ്പം അതിൻ്റെ അകത്തേക്ക് വീണു. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മെഷർ ചെയ്ത് ഇട്ടാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കണക്കനുസരിച്ച് ഇങ്ങനെ അങ്ങിടും. അത് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിരുമണം. ആ വെളിച്ചെണ്ണ പിന്നെ ഈ ഉപ്പും ഈ പൊടികളെല്ലാം കൂടി നമ്മൾ നല്ലോണം അങ്ങ് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് മാങ്ങ ചേർക്കാനായിട്ട്. സവള നന്നായിട്ട് ഇതാകണം. നല്ല മണം. പൊടികളെല്ലാം കൂടി അങ്ങ് തിരുമ്മുമ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ, നല്ല സൂപ്പർ. ഇത് സവള ശരിക്കും തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ മാങ്ങ അങ്ങനെ നമ്മൾ അധികം സ്ട്രോങ് ആയിട്ട് തിരുമാറില്ല. ഇത്രയും സാധനങ്ങൾ തിരുമ്മി കഴിഞ്ഞിട്ട് മാങ്ങ അവസാനം നമ്മൾ ചേർക്കുക ചെയ്യാം. ഓക്കെ, ഇനി അത് മതി. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒക്കെ മതി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ മാങ്ങ ഇടും. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് അതെല്ലാം അത് തന്നെ മതിയാവും. മാങ്ങ ഇട്ടിട്ട് പതുക്കെ ഒന്ന് അങ്ങോട്ട് അതിൻ്റെ കൂടെ മാങ്ങ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത്. കണ്ട, അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളം ഒഴിക്കും. ഈ ഗ്ലാസ്സിലുള്ള വെള്ളം എടുത്ത് നമ്മൾ ഇച്ചിരി വെള്ളം അങ്ങനെ ഒഴിക്കും. ഇനി നമ്മൾ തിരുമേണ്ട ഒന്നും ആവശ്യമില്ല. ഇത്രയും കുറച്ചുകൂടി ഒഴിച്ച് വെക്കാൻ വേണമെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞ് ഇത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ വെള്ളം മൊത്തം അങ്ങോട്ട് ഒഴിക്കാം. മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കും. അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ചെടുക്കും. തിളച്ച് നിന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടപ്പത്ത് വെക്കാം. ഓക്കെ, നമ്മളിത് അടുക്കളയിലേക്ക് വന്നു. ചട്ടി അടപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഈ ചട്ടി മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം തീ കൂട്ടി വെക്കില്ല കേട്ടോ. നമ്മൾ ചെറിയ തീയിൽ മാത്രമേ വെക്കാവൂ. എന്നിട്ട് ഓൺ ചെയ്ത് ഇരിക്കുക. ഏകദേശം റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ ശരിക്കും ഇത് മാങ്ങ വേകും. എന്നാൽ തന്നെ നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കാം മാങ്ങ വെന്തോ ഇല്ലയെന്ന് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. അപ്പോൾ ദേ അടപ്പത്ത് വെച്ചു. പതുക്കെ ചെറുതീയിൽ വെന്തുകൊണ്ടിരിക്കും. നമ്മുടെ കറി ഇതേപ്പതേ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് നന്നായിട്ട് കാണാം. നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്പം നിയർലി ഇപ്പോൾ 10 മിനിറ്റ് ആയി. ഇതെല്ലാം ഒരുമാതിരി വെന്തു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ചിട്ടിട്ട് കാണിക്കാം കേട്ടോ. തരാം, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ നല്ല തിളച്ച് നിൽക്കുവാണ്. ഇനി ഞാനിത് ഈ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ മൂപ്പിച്ച ഉള്ളി കാര്യങ്ങൾ ഇതിലിടും. നല്ലൊരു സൗണ്ട് അത് മൂത്ത് ആ ഇതിലേക്ക് വീഴുമ്പോൾ, കറിയിലോട്ട് വീഴുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കാം. കഴിഞ്ഞു, അത് ഒഴിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. പതുക്കെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല മഞ്ഞ കളറിൽ. ഇപ്പം ഞങ്ങളുടെയൊക്കെ അങ്കമാലിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം നമുക്ക് മാങ്ങക്കറി ഉണ്ടാവും ചോറുണ്ണാനായിട്ട്. ഇവൻ കല്യാണത്തിൻ്റെ അന്നും ഉണ്ട്. പക്ഷേ ദേ അതുപോലെയുള്ളൊരു ഭയങ്കര നൊസ്റ്റാൾജിക്ക് അത് കാണുമ്പോൾ, ആ പഴയ മാങ്ങക്കറിയുടെ ഒരിത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ അനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ടിപ്സ് വേറെ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. എനിത്തിങ് കൈൻഡ്ലി അപ്രീഷിയേറ്റഡ് ആണ്. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എന്നാൽ ഹാവ് എ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ തിളച്ച് നിന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ 1 ടീസ്പൂൺ ചുറുക്കയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് നമ്മളിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പതുക്കെ ഒരു ചെറിയൊരു ഇത് കയ്യിലൊഴിച്ചിട്ട് നോക്കാം. സൂപ്പർ.